തൊഴിലുറപ്പ് പദ്ധതി ബില്ലിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ബില്ല് കീറിയെറിഞ്ഞു. UDF എംപിമാർ സെക്രട്ടറി ജനറലിന്റെ ചേംബറിൽ കയറി പ്രതിഷേധിച്ചു. ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരാണ് പ്രതിഷേധിച്ചത്. ബില്ലിൽ ലോക്സഭയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി പറയുന്നതിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധത്തിനിടെ ബിൽ പാസാക്കി. अपनी बात समाप्त करता हूं। माननीय अध्यक्ष महोदय, मैं कहना चाहता हूं, भारत के लोकतंत्र के अनुरूप भी नहीं कहना चाहते हैं जहां ऊर्जा विकसित भारत की नींव, जहां सुशासन सदन विरोध में ना के मेरे विचार में निर्णय हाँ वालों के पछुआ विधेयक पर विचार करने को प्रस्ताव को स्वीकृत किया. ജനാധിപത്യ മര്യാദകളും സഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും സകലതും ലംഘിച്ചുകൊണ്ട് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോലും വിടാതെ ഏകപക്ഷീയമായി പാസാക്കിയെടുത്ത നടപടി 100% ജനാധിപത്യ വിരുദ്ധമാണ്. ഈ ദിവസങ്ങളിലൊക്കെ ബുൾഡോസിംഗ് ഓഫ് ലെജിസ്ലേഷൻസ് ആണ്. നിയമങ്ങൾ ബുൾഡോസ് ചെയ്ത് ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കിയെടുക്കുക എന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു, ഈ ബില്ലുകളൊക്കെ പാസാക്കുന്നതിന്റെ പിന്നിൽ വിദേശ സമ്മർദ്ദമുണ്ട് എന്ന് പോലും ന്യായമായും സംശയിക്കുന്നു. സജോ തോമസ് ചേരുന്നുണ്ട്. സജോ, ശക്തമായ പ്രതിപക്ഷ എതിർപ്പ് വകവയ്ക്കാതെയാണ് കേന്ദ്രം ഈ ബില്ല് പാസാക്കിയിരിക്കുന്നത്. അതിൽ കേന്ദ്രത്തിന്റെ ന്യായം എന്താണ്? എങ്ങനെ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്? ധന്യ, വലിയ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി അതായത് അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇന്ന് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ പ്രതികരണം ഇന്ന് സഭയിൽ ഉണ്ടായത്. ഈ സഭയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറുപടി ആരംഭിച്ച ആദ്യഘട്ടം മുതൽക്ക് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ 3 എംപിമാർ ലോക്സഭ സെക്രട്ടറി ജനറലിന്റെ ചേംബറിന് മുകളിൽ കയറി വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ ബില്ല് കീറി എറിഞ്ഞിരുന്നു. അത്തരത്തിൽ ഗാന്ധിജി ചിത്രങ്ങൾ ഉയർത്തി നടുത്തളത്തിലേക്ക് ഇറങ്ങിയുള്ള വലിയ പ്രതിഷേധമാണ് സഭയിൽ ഉച്ചവരെ ഉണ്ടായത്. ഇന്നലെ രാത്രി 1:45 വരെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നീണ്ടത്. 98 അംഗങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. പക്ഷേ ഈ ബില്ല് JPCക്ക് വിടണമെന്നുള്ള ആവശ്യം, ഈ പ്രതിപക്ഷത്തിന്റെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയും തള്ളിക്കൊണ്ടാണ് ഇന്ന് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഇന്നിപ്പോൾ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ അതായത് ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെയും അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് BJP സർക്കാർ എന്ന് വീണ്ടും തെളിയിക്കുകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം ഉണ്ടായത്. 2005 UPA സർക്കാർ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിനെ മാറ്റി അല്ലെങ്കിൽ ഈ പദ്ധതിയെ അടിമുടി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. VBG റാംജി എന്ന പുതിയ പേര് നൽകി ഗാന്ധിജിയുടെ പേര് മാറ്റി രാഷ്ട്രപിതാവിനെ അപമാനിക്കുകയാണെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ഈ പാർലമെന്റ് ഇന്ന് ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭ പിരിഞ്ഞതിന് പിന്നാലെയാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ BJP ആസ്ഥാനത്ത് വന്ന് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിലും പറയാൻ ശ്രമിച്ചത്, അദ്ദേഹം സഭയിലും പറഞ്ഞത് കോൺഗ്രസിനെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ചില പ്രസ്താവനയാണ്. പ്രത്യേകിച്ച് നെഹ്റു കുടുംബമാണ് ഗാന്ധിജിയെ അധിക്ഷേപിച്ചത്. നെഹ്റു കുടുംബത്തിലെ പലരുടെയും പേരുകൾ ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലും പല പദ്ധതികൾക്കും പല സ്റ്റേഡിയങ്ങൾക്കും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ് അവർ നടപ്പിലാക്കിയത്? ഗാന്ധിജിയെ അപമാനിച്ചുകൊണ്ട് മുൻപോട്ട് പോയത് കോൺഗ്രസ് ആണ്. അടിയന്തരാവസ്ഥ കാലത്താണ് ഗാന്ധിജിയുടെ ആശയങ്ങളെ കൊന്നത് അല്ലെങ്കിൽ ഗാന്ധിജിയെ ഇല്ലാതാക്കിയത് കോൺഗ്രസ് ആണെന്നുള്ള ആക്ഷേപങ്ങളായിരുന്നു സഭയ്ക്ക് പുറത്തു വന്നിട്ടും ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹം കോൺഗ്രസിനെ ആക്രമിച്ചു. അത്തരത്തിൽ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്കിടെയാണ് ഈ ബില്ല് ഇന്ന് സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്. JPCക്ക് വിടണം അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയാണെങ്കിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. അങ്ങനെ ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കള്ളി വെളിച്ചത്താകും എന്നുള്ള കാര്യം BJPക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഈ ബില്ല് ശബ്ദ വോട്ടോടു കൂടിയാണ് ഇന്ന് ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്. മുൻപ് നമ്മൾ സമാനമായിട്ടുള്ള പല ബില്ലുകൾ ഇത് തന്നെയാണ് കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആണവോർജ്ജ ഭേദഗതി ബില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ബില്ലായിക്കോട്ടെ, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ മേലുള്ള സർവ്വശിക്ഷാ അഭിയാൻ ബില്ലായിക്കോട്ടെ, ഈ ബില്ലുകളിലൊക്കെ ഏറ്റവും അവസാന ദിവസങ്ങളെ കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെയും ആക്ഷേപങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ ഇനി എങ്ങനെ പ്രതിപക്ഷം എതിർക്കുമെന്നുള്ളതാണ്. ഒന്ന്, മഹാത്മാഗാന്ധിയുടെ പേര് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. മറ്റൊന്ന്, കേന്ദ്ര പരിഷ്കൃത പദ്ധതിയായി ഇത് മാറുന്നു. ഇപ്പോൾ സഭയിൽ ഉയർത്തിയ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ഇനി ഏതു തരത്തിൽ പ്രതിപക്ഷത്തിന് ശബ്ദം ഉയർത്താനാകും വിഷയത്തിൽ?
ധന്യ, ജനകീയ പ്രക്ഷേപമായിട്ട് മുൻപോട്ട് അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. അതൊരു വലിയ അതായത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കർഷക സമരങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുള്ള അത്തരത്തിൽ അടിത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ച് രാഷ്ട്രപിതാവിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയെ ഹൈജാക്ക് ചെയ്യുന്ന കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ BJPയുടെ നടപടിക്കെതിരെ വലിയ തോതിൽ ജനവികാരം ഇളക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികളായിരിക്കും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ അപ്പോഴും BJPയുടെ വാദങ്ങൾ മറ്റൊന്നാണ്. പ്രത്യേകിച്ച് 100 ദിവസം തൊഴിൽ എന്നത് 125 ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 15 ദിവസത്തിൽ ഇവരുടെ കൂലി കിട്ടുക എന്നുള്ളത് 7 ദിവസമാക്കി കുറച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ തൊഴിലാളികൾക്ക് ഗുണപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പോലും സംസ്ഥാന സർക്കാരുകളെ പിഴിയുന്ന രീതി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് പരിശോധിക്കണം. അതിൽ